ഡോക്ടർ പറഞ്ഞ പോലെ എനിക്കിത് നടക്കാൻ കഴിയില്ലേ? മോള് ഭയങ്കര സ്ട്രോങ് അല്ലേ, പിന്നെ എന്തിനാ മോള് വിഷമിക്കുന്നേ? കുറച്ച് കാലത്തേക്ക് നടക്കാൻ കഴിയില്ല എന്നല്ലേ ഉള്ളൂ. അല്ലമ്മേ, ഡോക്ടർ അങ്ങനെ അല്ല പറഞ്ഞത്. ഇനി ഒരിക്കലും നടക്കാൻ കഴിയില്ല എന്നാ. മോക്ക് വിശക്കുന്നുണ്ടോ? അമ്മ ആപ്പിള് സെത്തി തരാവേ. ഡോക്ടർ വിളിക്കുന്നു, ഇങ്ങോട്ട് വരുമോ? മോളെ, അമ്മ ഇപ്പൊ വരാട്ടോ. മോളവിടെ ടിവിയില് അമ്മ ഷോ വെച്ചിട്ടുണ്ട്, അത് കണ്ടോ? ഡോക്ടർ വിളിക്കുന്നുണ്ട് കേട്ടോ, അമ്മ പോയിട്ട് വേഗം വരാം. ഹലോ മൈ ഡിയർ ബോബ്സിക് ഓഡിയൻസ്, ടുഡേ വി ഹാവ് അവർ നമ്മുടെ സ്വന്തം സയാനാണ് നമുക്ക് ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്നേക്കുന്നത്. ഏവർക്കും പ്രിയങ്കരനായ സയാൻ സാറെ നമുക്ക് ഈ പോഡ്കാസ്റ്റിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. വെൽക്കം സർ, വെൽക്കം ടു ദി പോഡ്കാസ്റ്റ്. Thank you for welcoming the podcast. ഓക്കെ സർ. സാറിന്റെ ഫസ്റ്റ് ഡെബ്യൂട്ട് ആയിട്ടുള്ള സോങ് തന്നെ ഇത്രയ്ക്ക് ഹിറ്റ് ആയിരുന്നുണ്ടെങ്കിൽ അതിലെന്തോ കാരണമുണ്ട്. വൈ സർ? എന്തുകൊണ്ടാണ് ആ സോങ്ങിന് ഇത്രയും ഫീൽ? അങ്ങനെയൊക്കെ ചോദിച്ചാ അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു ടാസ്ക് ചെയ്യാൻ പോവാണ്. നമ്മുടെ കമ്പനി സാറിന്റെ ഒരു ഫാനിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. ഓക്കെ സർ, നമുക്ക് സാറിന്റെ ഒരു ഫാനിനെ വിളിക്കാം. ഹലോ മാഡം, വെൽക്കം ടു ചിക് ബൂം. സോ ലക്കി ടു ഹാവ് ദി കോൾ. ഇപ്പോൾ നിങ്ങൾക്ക് കോൾ ഉള്ളത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സയാൻ സാറാണ്. ഹോ, എനിക്കൊന്നും അറിയില്ല. ഓ മാഡം, യു ഡോണ്ട് നോ ഹിം? ഇതുവരെ കേട്ടിട്ടില്ലേ? ഓക്കെ മാം, ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന K-pop ന്യൂ ഐഡോൾസിലെ പെട്ട സയാനാണ് നമ്മുടെ കൂടെ ഉള്ളത്. നിങ്ങൾക്ക് സയാൻ സാറിനോട് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കി തരുന്നത്. അതിന് we will give you 2 pair of boots. You can walk, jump and you can go everywhere with it. നമ്മുടെ ബൂട്ട്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ very സ്പീഡിൽ നമുക്ക് ഓടാൻ സാധിക്കും. ഓ, ബൂട്ട്സ് അല്ലേ? എനിക്കല്ലേ? നിങ്ങൾ സമ്മാനമായിട്ട് തരില്ലേ? അതായിട്ട് നടക്കാനാ? നീ നടക്കാൻ കഴിയാത്ത ഞാൻ എങ്ങനെ അതൊക്കെ ഇടാ? ഇവിടെ ജീവിക്കണോ വേണ്ടെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ നിങ്ങളുടെ ഒരു ബ്യൂട്ട് ഒരു പ്രാങ്ക് കോളും കൊണ്ട് വന്നേക്കുന്നത്. മാം സോറി മാം. മാം മാം കട്ട് ചെയ്യല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഐ വോണ്ട് ടു സേ സംതിങ്. മാഡം, ഐ നോ യു ആർ ഗോയിങ് ത്രൂ സോ മെനി പ്രോബ്ലംസ്. എന്നും എല്ലാവരുടെയും ജീവിതം ഒരുപോലെ ആവണമെന്നില്ല. ഇന്ന് മഴയാണെങ്കിൽ നാളെ വെയിലല്ലേ? അതുപോലെ തന്നെ ജീവിതം മാറിക്കൊണ്ടിരിക്കും. മാഡം ഒരു ഹോപ്പ് വെക്കൂ ജീവിതത്തിൽ. ഒന്നുമില്ലെങ്കിലും മാഡം ജീവനോടുള്ളത് തന്നെ എത്ര സന്തോഷത്തോടെയാണ് നിങ്ങളുടെ പാരൻസ് ഒക്കെ നോക്കുന്നുണ്ടാവുക. മാഡം കേൾക്കുന്നുണ്ടോ? ത്രൂ സോ മെനി പ്രോബ്ലംസ്. എന്നും എല്ലാവരുടെയും ജീവിതം ഒരുപോലെ ആവണമെന്നില്ല. ഇന്ന് മഴയാണെങ്കിൽ നാളെ വെയിലല്ലേ? അതുപോലെ തന്നെ ജീവിതം മാറിക്കൊണ്ടിരിക്കും. മാഡം ഒരു ഹോപ്പ് വെക്കൂ ജീവിതത്തിൽ. ഒന്നുമില്ലെങ്കിലും മാഡം ജീവനോടുള്ളത് തന്നെ എത്ര സന്തോഷത്തോടെയാണ് നിങ്ങളുടെ പാരൻസ് ഒക്കെ നോക്കുന്നുണ്ടാവുക. മാഡം 5 വർഷങ്ങൾക്ക് ശേഷം മുത്തശ്ശി വന്നേ. മുത്തശ്ശിയുടെ മോക്ക് ചായ വേണ്ടേ? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എണീക്കാം മുത്തശ്ശി. അയ്യടി മനവേ, നീക്കങ്ങോട്ടെ. ചായ എടുക്കാൻ പോവാൻ നമുക്ക്. മുത്തശ്ശി, അതെന്റെ ആരവിന്റെ വാച്ചാ. അതിന് താ മുത്തശ്ശി. ഇത് ഞാൻ തരത്തില്ല. ഇത് താ. ഞാനും തരത്തില്ല മുത്തശ്ശി. മുത്തശ്ശി, അതങ്ങ് താ. മുത്തശ്ശി, അമ്മ എന്റെ വീൽ ചെയർ എവിടെ? ഇതൊരു കഷ്ടായത്. എന്റെ ആരവിന്റെ വാച്ച് കൊണ്ടുപോയല്ലോ. മുത്തശ്ശി, മുത്തശ്ശി. ഞാൻ തരില്ല നിനക്ക് വാച്ച് തരില്ല. ഞാൻ തരില്ല നിനക്ക് വാച്ച് തരില്ല. മുത്തശ്ശി, കളിക്കാണ്ട് പോയിട്ട് അവിടുന്ന്. അതെന്റെ ആരവിന്റെ വാച്ച്, അതെനിക്ക് കിട്ടി തരും. കിട്ടി തരും എന്ന് പറഞ്ഞാൽ കിട്ടി തരും. തരൂല പറഞ്ഞാ തരൂല. മുത്തശ്ശി പ്ലീസ്, അതെന്റെയാ, ഇങ്ങോട്ട് താ. അത് കളിക്കുന്ന സാധനമല്ല മുത്തശ്ശി. അമ്മേ, അമ്മേ. എന്ത് വേണേ? അമ്മ ഒന്ന് ഇങ്ങോട്ട് വന്നേ. മുത്തശ്ശി ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് വാ അമ്മേ. ഓ, എന്താ ഇവിടെ പ്രശ്നം? നോക്കമ്മേ, എന്റെ ആരന്റെ വാച്ച് ഇട്ടുകൊണ്ട് മുത്തശ്ശി നടക്കുന്നേ. എനിക്ക് ഇഷ്ടമല്ല എന്റെ ആരന്റെ വാച്ച് ആരും ഇടുന്നത്. ഓ, നിന്റെ ഒരു അറിവ്. മുത്തശ്ശിയെ വാച്ച് ഇട്ടെന്ന് വെച്ചിട്ട് എന്താ? മുത്തശ്ശിയുടെ കളി കഴിഞ്ഞാൽ അങ്ങോട്ട് തരൂ. ഞാൻ കൊടുക്കത്തില്ല മോളെ. നോക്കമ്മേ, മുത്തശ്ശി പറയുന്നത് വാച്ച് തരത്തില്ല എന്ന്. ഓ, നീ എന്താ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ? ആ വാച്ച് മുത്തശ്ശി അങ്ങ് തന്നോളൂ. അല്ലെങ്കിൽ അതിനിപ്പോ ഇന്ന് എത്ര പ്രത്യേകത? അത് ആരവിന്റെ വാച്ചാ മുത്തശ്ശി. അല്ല അമ്മേ, പറഞ്ഞു നോക്കുന്നു കൊളാവുന്നു. പ്ലീസ്
എന്റെ മോളെ, എന്നാ നീ തന്നെ വച്ചോ. എനിക്ക് വേണ്ട നിന്റെ ആരവിന്റെ സാധനം. Thank you, മുത്തശ്ശി. ആ, പറ ആളു. എടി, നാളെ ജയാനാരവിന്റെ കൺസേർട്ട് ഉണ്ട് നമ്മുടെ നാട്ടില്. ശരിക്കും? സത്യമായിട്ടും? നാളെ ആരവിന്റെ കൺസേർട്ട് ഉണ്ടെന്നോ? അടി, സത്യമായിട്ടും? എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ. നാളെ എനിക്ക് ആരവിനെ നേരിട്ട് കാണാൻ പറ്റുമല്ലോ. ആ, നിന്റെ സന്തോഷം കാണാൻ വേണ്ടി തന്നെയാണ് നിന്നോട് വന്നിട്ട് അതെന്നെ പറഞ്ഞത്. അയ്യടാ, എന്റെ അരി കരിഞ്ഞു പോയിട്ടുണ്ടാവോ? അപ്പൊ ഞാനിന്ന് ആരവിനെ കാണാൻ പോവാണല്ലോ. അമ്മേ, അമ്മേ, അമ്മേ. എന്റെ ദൈവമേ, എന്റെ മോൾ അടിപൊളിയായല്ലോ. നന്നായിട്ട് മുടിയൊക്കെ ചീകി വെച്ച്. അപ്പൊ നിനക്ക് ഇങ്ങനെയൊക്കെ ഒരുങ്ങാൻ അറിയാല്ലേ? അല്ലാതെ അമ്മ എന്താ വിചാരിച്ചേ? ഞാനിന്ന് സൂപ്പർ സ്റ്റാറിനെ കാണാൻ പോവല്ലേ. പിന്നെ ഒരുങ്ങണ്ടേ അമ്മേ? എന്തായാലും അടിപൊളിയായിട്ടുണ്ട് മോളെ. താങ്ക് യു അമ്മേ. ഞാൻ പോട്ടെ. ഇതാരാ? അവളല്ലേ? ഇവളെ ഞാൻ എത്രത്തോളം അന്വേഷിച്ചതാ. നീ ഇപ്പോഴും തീർന്നില്ലേ? ഇവളുടെ ഓർമ്മകളൊന്നും ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ലേ? ഇവളുടെ ഓർമ്മശക്തികൾ ഒരിക്കലും തിരിച്ചു കിട്ടാതിരിക്കട്ടെ. തിരിച്ചു കിട്ടിയാ നീ പിന്നീട് ജീവിച്ചിരിക്കില്ല. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഹലോ, എന്നെ അറിയോ? സോറി, ആരാ? ഒരു 5 വർഷം മുമ്പത്തെ പരിചയമാണ്. അറിയുമോ? 5 വർഷം എന്ന് കേൾക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ ആക്സിഡന്റാ. അന്ന് എനിക്ക് എന്റെ കാലുകളൊക്കെ നഷ്ടപ്പെട്ടത്. എനിക്ക് നടക്കാൻ കഴിയാതായത്. ഇടയ്ക്ക് വെച്ച് അമ്മ പറയാറുണ്ട് എന്റെ ഓർമ്മകളും കുറച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന്. എനിക്ക് ഓർമ്മയില്ല നിങ്ങളെ ഒന്നും. കുറച്ച് ഓർമ്മകളോ? ഒരുപാട് കാര്യങ്ങൾ നീ മറന്നു പോയിട്ടുണ്ട്. എന്നെ കാണുമ്പോ നീ ഇങ്ങനെയല്ല പ്രതികരിക്ക. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഇനിയിപ്പോ ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ തന്നെ നിങ്ങൾ എന്റെ ആരായിരുന്നു? സമ്മതിച്ചു, 5 വർഷം മുമ്പ് എനിക്ക് എന്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു. പക്ഷേ നിങ്ങളെ കാണുമ്പോൾ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യാ? നിങ്ങൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ? ഏതായാലും ഇപ്പൊ എന്നെ ഒന്നും ഓർമ്മയില്ല. ശരിയാക്കി കൊടുക്കാം. ഇവൾക്ക് എല്ലാ ഓർമ്മകളും തിരിച്ചു വരണം. അപ്പോഴേ ഇവളുടെ ഹാപ്പിനെസ് എല്ലാം നഷ്ടപ്പെടുകയുള്ളൂ. എന്താ സംഭവിച്ചത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മ വരണം. മോളെ, മോളെ എന്താ ഇങ്ങോട്ട് വന്നേ? മോളെ, അവളോട് പഴയ കാര്യങ്ങളൊന്നും പറയരുത്. മോളെ, എന്താന്ന് വെച്ചാ അനുവിനിപ്പോ ഒന്നും ഓർമ്മയില്ല. 5 വർഷം മുമ്പ് സംഭവിച്ച ഒരു കാര്യങ്ങളും അവൾക്ക് ഓർമ്മയില്ല. ആക്സിഡന്റിന് ശേഷം കാലുകൾ മാത്രമല്ല, അവൾക്ക് മെമ്മറി ലോസ് ഉണ്ടായി. അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് അവൾക്ക് മാത്രമേ പറയാനാകൂ. പക്ഷെ എന്ത് ചെയ്യാനാ, അവൾക്ക് മെമ്മറി ലോസ് വന്നില്ലേ. അവളെ ആരെ രക്ഷിച്ചതെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അവൾക്ക് മോളെയും ആരെയും ഓർമ്മയില്ല. മോളെ വിഷമിക്കേണ്ട, അവളുടെ ഓർമ്മകളൊക്കെ തിരിച്ചു വരും. അതിരിക്കട്ടെ ആന്റി, അവൾക്ക് അവളുടെ കാലുകൾ പോയത് എങ്ങനെയാണെന്നറിയുമോ? ഇല്ല, അവൾക്കതൊന്നും ഓർമ്മയില്ല. പക്ഷെ കാലുകൾ നഷ്ടപ്പെട്ട് അവൾ ഒരുപാട് വിഷമിച്ചിരുന്നു. പിന്നീട് അവൾ മെല്ലെ മെല്ലെ മൂവ് ഓൺ ആയി. ഞാൻ ഇൻസ്റ്റയില് പോസ്റ്റ് കാണാറുണ്ട്. അവള് ആരാന്റെ ഫാനാണല്ലേ? അതേ മോളെ. അവൾക്ക് വിഷമം ഒന്നും തോന്നണ്ട. അവൾക്ക് ഒന്നും ഓർമ്മയില്ലാത്തത് കൊണ്ടാ ട്രീറ്റ്മെന്റ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അല്ല ആന്റി, അവൾക്ക് ഒരു കാര്യങ്ങൾ ഓർമ്മയില്ല എന്ന് പറഞ്ഞ? ഒരു കാര്യം ഓർമ്മയില്ല എന്ന് പറഞ്ഞാ അവൾക്ക് ഏതാണ്ട് 4 വർഷത്തെ മെമ്മറിയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓ, ഞങ്ങളുടെ ഹൈസ്കൂൾ കാലഘട്ടം ഒന്നും അവൾക്ക് ഓർമ്മ ഉണ്ടാകില്ല അല്ലേ? അതേ മോളെ, അവളുടെ ഫ്രണ്ട്സിനെ ഒന്നും ഓർമ്മയില്ല. നീ ഈ നാട്ടിൽ വന്നിട്ടുണ്ടായ പുതിയ ഫ്രണ്ട്സ് മാത്രം അവൾക്കുള്ളത്. ഓ, എന്നാ ആന്റി ഞാൻ അങ്ങോട്ട് പോട്ടെട്ടോ. നിനക്ക് മെമ്മറി ലോസ് ആയതുകൊണ്ട് മാത്രമാ നീ ഇപ്പൊ ജീവിച്ചിരിക്കുന്നേ. കാണാൻ പോന്നീ അവനെ. കാണു നീ, നിനക്ക് അവനെ കാണാൻ സാധിക്കില്ല. അവള് നിന്റെ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നേ. പിന്നെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തായിരുന്നു അവളുടെ താമസം. ഓ, എനിക്ക് ഓർമ്മയില്ല. എന്നാ ഞാൻ പോട്ടെ അമ്മേ. ബൈ ബൈ. അമ്മ, ഞാൻ പോയി. അമ്മയോട് പറഞ്ഞേക്കെ ഞാൻ അനുവിന്റെ കൂടെ പോയെന്നേ. നടക്കാൻ കഴിയാത്തവളെ തങ്ങി നിന്റെ ജീവിതം ഇങ്ങനെ തിരത്തേയുള്ളൂ. മുത്തശ്ശി, അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവളെ കുറിച്ച് ഇങ്ങനെയൊക്കെ എന്റെ അടുത്ത് പറയാമോ? നിങ്ങൾക്ക് അവൾക്ക് നടക്കാൻ കഴിയുന്ന കാലത്ത് അവളെ പറ്റില്ലായിരുന്നു. ഇപ്പോഴവളെ പറ്റില്ല. നിന്നെ കേട് വരുത്തുന്നത് അവളാ. നീ ഇത്രയും നാശമായത് അവള് കാരണമാ. 5 വർഷമായില്ലേ നീ അവളെ താങ്ങി നടക്കുന്നു. നടക്കാൻ കഴിയുന്ന കാലത്തെ ഒരു സൗര്യം തരില്ലായിരുന്നു. ഇപ്പൊ നടക്കാൻ കഴിയില്ലെങ്കിലും ഒരു സൗര്യം ഇല്ല വെച്ചാല്. മുത്തശ്ശി, അവളെന്റെ ഫ്രണ്ടാ. അവൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യൂ? അവൾക്ക് എന്ത് കാലം നഷ്ടപ്പെട്ടെന്ന് കരുതി അവൾക്ക് എന്നെ പോലെ ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടിട്ടില്ല. ഓ, ആ മുടന്തിനി എപ്പോഴാ വരാനാവോ. അവളുടെ ഒരു ഫാൻസ് ബീറ്റ്. കൊച്ചിന് ഭ്രാന്തടി. നീ അവളുടെ കൂടെ നടക്കണ്ട. മോളിവിടെ ഉണ്ടായിരുന്നു. മോളെ ഭാഗത്തേക്ക് വേണ്ട മുത്തശ്ശി, എനിക്ക് പോവാനുണ്ട്. എന്റെ ബസ്സിൽ
ഇട്ടോണ്ട് വരുമെന്ന് മുത്തശ്ശി പ്രതീക്ഷിച്ചില്ല മോളെ. സംഭവിച്ചു പോയി. അവളിനി എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും? അവൾ ഒറ്റയ്ക്ക് എങ്ങോട്ട് പോയിട്ടുണ്ടാകുക? അല്ല മോളെ, മുത്തശ്ശിയൊന്നും അയ്യോ, എന്നാലും ഞാൻ പറഞ്ഞൊന്നും കേട്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നണേ. കേട്ടിട്ടുണ്ടാവില്ല ഈ കാലം. അവര് പറഞ്ഞത് ശരിയാ, എനിക്ക് ഭ്രാന്ത. നടക്കാൻ പോലും പറ്റാത്ത ഞാൻ എന്തിനാ ഫാൻ ബീച്ചിലേക്ക് പോകുന്നേ? എന്റെ ഫ്രണ്ടിനെ ബുദ്ധിമുട്ടിക്കുന്ന ഞാൻ എന്തിനാ ഫാൻ ബീച്ചിലേക്ക് പോകുന്നേ? അവര് പറഞ്ഞത് ശരിയാ. പാവമ്മയ്യ, ഞാൻ കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ശരിയാ, ഞാൻ അതിനൊക്കെ പ്രശ്നം. ശരിക്കും ഞാൻ ഈ ലോകത്ത് ജീവിക്കാൻ തന്നെ പാടില്ല. അന്ന് അങ്ങനെ ഒരു ഫോൺ കോൾ എനിക്ക് വന്നില്ലായിരുന്നെങ്കിൽ അന്നേരം ഞാൻ പോയേനെ. അന്ന് അങ്ങനെ ഒരു ഫോൺ കോൾ വരാൻ പാടില്ലായിരുന്നു. മോളെ, നീ ഇത് തിരിച്ചു വന്നത് പോയില്ലേ? നിയമോള് പുറത്തു വന്ന് നിപ്പുണ്ട്. എന്തേ, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? പ്രശ്നമില്ല, നീ ഒന്ന് പോയിക്കേ. എന്താ മോളെ, എന്താ മോക്ക് പറ്റിയത്? എന്താ നീ ഫാൻ മീറ്റിന് പോയില്ലേ? വലിയ ആഗ്രഹമില്ലായിരുന്നു ഇതിന് പങ്കെടുക്കണമെന്ന്. വേണ്ടമ്മേ, അതിനുള്ള അർഹത എനിക്കില്ല. അമ്മ ഇപ്പൊ ഒന്ന് പോയി തരുമോ? എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം. ഒന്ന് പോയി തരുമോ? അമ്മയുടെ പോലെ ജീവിക്കാൻ പാടില്ല അമ്മ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭാരമായിട്ട്. കോൺസേർട്ട് എന്തായാലും ഫോണിൽ കണ്ടേക്കാം. അവസാനായിട്ടാ ഞാൻ ഞാനവന്റെ കോൺസേർട്ട് കാണാൻ പോകുന്നത്. ഇനി ഞാൻ ആരുടെയും കോൺസേർട്ടോ ആരുടെയും മുഖമോ കാണാൻ പോകുന്നില്ല. അവസാനായിട്ട് എനിക്ക് ആരവിന്റെ ഒരു കോൺസേർട്ടും കൂടി കാണണം. First at the end of the night, under street lamp, been face to face. അമ്മ, ഞാൻ പോവാ. ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല. ഞാൻ ആരെ കഷ്ടപ്പെടുത്തില്ല. എനിക്ക് നടക്കാൻ കഴിയാത്തതുകൊണ്ട് എല്ലാവരും കഷ്ടപ്പെടുന്ന എനിക്ക് മനസ്സിലായമ്മ. ഞാൻ പോവാ. അന്ന് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ നിന്നപ്പോ എന്നിട്ട് ആരിഫ് സയാന്റെ ഒരു കോളിന്റെ ഇൻസ്പിറേഷൻ കൊണ്ട് മാത്രം ഇത്രയും കാലം ഞാൻ ജീവിച്ചത്. പക്ഷെ ആ ഇൻസ്പിറേഷനിൽ എനിക്ക് മാത്രമേ ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുള്ളൂ. വേറെ ആർക്കും ഞാൻ ജീവിക്കണമെന്ന് താല്പര്യമില്ലായിരുന്നു അമ്മ. അമ്മയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പോവാ അമ്മ. ഇനി ആരെയും ഞാൻ കഷ്ടപ്പെടുത്തുന്നില്ല. മരിച്ചില്ലെങ്കിലോ എന്ത് ചെയ്യും? അയ്യോ, മരിച്ചില്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്തെന്ന് എല്ലാരും അറിയില്ലേ? അയ്യേ, മോശം. എങ്ങനെയാ പിന്നെ അതിലോട്ട് ചാടാ? ആരുടെ ഹെൽപ്പിന് കിട്ടിയെന്നെങ്കിൽ. ഈ നേരത്തെ ഇവിടെ താരാ? ഇവനിന്ന് പോയിരുന്നെങ്കിൽ ഒന്ന് ചാടായിരുന്നു. മോശമല്ലേ ഇവന്റെ മുന്നിൽ നിന്നൊക്കെ ചാടുന്നേ. ഇവൻ പോയിട്ട് ചാടാം. അനു, ആരാ? മൈ ഗോഡ്. എന്താ ഇവിടെ ഈ സമയത്ത്? അതെ. നിങ്ങളെന്താ ഇവിടെ? കുട്ടി എന്താ ഇവിടെ? ആക്ച്വലി സർ, ഞാൻ സാറിന്റെ ഒരു ബിഗ് ഫാനാണ്. അനു, നീ സ്വപ്നം കാണാണോ? എന്താ ഈ നേരത്തെ ഇവിടെ ഒറ്റയ്ക്ക്? അത് പിന്നെ സർ. സാറിനോ? എന്നെ സാറിനൊന്നും വിളിക്കണ്ട, സയാൻ എന്ന് വിളിച്ചാൽ മതി. സോറി സർ, ഞാൻ ആരാ? എനിക്ക് ആരാന്ന് വിളിക്കാനാ ഇഷ്ടം. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. സർ എന്താ ഇവിടെ ഒറ്റയ്ക്ക്? ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. മിസ്സായി. എന്താ പറഞ്ഞേ? ഒന്നുമില്ല സർ. അതല്ല അനു, നീ എന്താ ഇങ്ങോട്ട് വന്നേ? അനുനാ? സാറിന് എങ്ങനെ എന്റെ പേരറിയാം? അത് പിന്നെ ഞാൻ നിന്റെ പ്രൊഫൈൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഫാൻ പേജില്. സാറിന്റെ പ്രൊഫൈൽ കണ്ടിട്ടുണ്ടോ? സത്യമായിട്ടും? അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രൊഫൈൽ കൂട്ടത്തില് സാർ എന്റെ പ്രൊഫൈൽ കണ്ടെന്നോ? അതെ, ഞാൻ പ്രൊഫൈൽ കണ്ടു. ഓ സർ, ഐ ആം സോ ലക്കി. അതല്ല കുട്ടി എന്താ ഇവിടെ ഈ സമയത്ത്? അത് പിന്നെ ഞാൻ വെറുതെ മഞ്ഞ് കൊള്ളാൻ ഇറങ്ങിയതാ. രാത്രി 12 മണിക്കോ?
അങ്ങനെയല്ല സാർ. ആ സാർ, മഞ്ഞ് കൊള്ളാൻ ഇറങ്ങിയപ്പോഴേ വഴി തെറ്റിയതാ. ഓ, ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണോ? ശരിക്കും? അനു, ഓ ഈ പെണ്ണെ തൊലച്ച്. നീ വീട്ടിലെ മരണക്കത്ത് എഴുതി വെച്ച് എങ്ങോട്ട് പോയതാടി? എന്റെ മുത്തശ്ശി എന്തെങ്കിലും പറഞ്ഞു വെച്ച് നീ മരിക്കാൻ പോവാന്നല്ലേ? ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞോടി? എന്റെ മുത്തശ്ശി അല്ലേ പറഞ്ഞത്? അതിന് നീ മരണക്കത്ത് എഴുതി വെച്ച് പോകാൻ നിൽക്കണോ? അവളുടെ പോക്ക് കണ്ട ഞാൻ അവളുടെ അടുത്ത് എന്തോ പറഞ്ഞ പോലെയാ. എന്റെ മുത്തശ്ശി എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അത് തലയിലിട്ടിട്ട് നീ മരിക്കാൻ പോകുന്നതാണോ? അതല്ല, ഇതാരാ? മരണക്കത്തോ? യു മീൻ ആത്മഹത്യ കുറിപ്പ്? അതെ. ഓ, നിങ്ങളല്ല കേപോപ്പ് സ്റ്റാർ? ഓ, നിങ്ങളാണോ വീണ്ടും അവള് മരണത്തിന് രക്ഷിച്ചേ? കഴിഞ്ഞ പ്രാവശ്യം അവള് മരിക്കാൻ പോയപ്പോഴേ നിങ്ങളുടെ പോഡ്കാസ്റ്റ് കണ്ടിട്ടാ അവൾ ഇൻസ്പയർഡ് ആയി ജീവിച്ചിട്ട്. ഇനി അവൾക്ക് ജീവിക്കണ്ടാത്ത സാറ് കാരണമാ ഇപ്പോഴും ഞാൻ മരിക്കാണ്ട് നിൽക്കുന്നത്. സാർ ശരിക്കും ദൈവമാണെന്നാവോ? സാർ, അവള് പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. അവൾക്ക് ഭ്രാന്ത. ഞാൻ മരിക്കാൻ വന്നല്ല, ഞാൻ പറഞ്ഞില്ലേ വഴി തെറ്റിയതാണെന്ന്. ഈ പെണ്ണെന്തൊക്കെയാ പറയുന്നേ? എന്റെ പൊന്നു മേക്കുട്ടി, ഞാൻ മരിക്കാൻ വന്നൊന്നല്ല. ഇയാള് കൊള്ളാലോടി. അവളുടെ കേപോപ്പ് സ്റ്റാറിനെ കണ്ടപ്പോ അവള് എന്നെ മണ്ടിയാക്കുന്ന. ശരിക്കും സൂയിസൈഡ് ചെയ്യാൻ വന്നതാണോ? അങ്ങനെയൊന്നുമില്ല. ഈ കൊളേനെ പിടിക്കോ? കുറെ നേരം ഞാൻ പിടിച്ചു തരണേ, ഒന്ന് പിടിക്കോ? അവള് ഭയങ്കര സെൻസിറ്റീവ് ആണല്ലേ, അവളെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അവളുടെ കാര്യം എന്നോട് പറയണ്ട. അവൾ ഫേക്ക് ഫ്രണ്ടാ. അവൾ എന്നെ തനിച്ചാക്കി സൂയിസൈഡ് ഒക്കെ വന്നതല്ലേ? സർ, നമ്മളെല്ലാവരും സെയിം ഹൈസ്കൂളിലല്ലായിരുന്നു പഠിച്ചേ? നിങ്ങളെ കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ ഞാൻ സ്കൂളിൽ വെച്ച് എവിടെയോ കണ്ട പോലെ. യു ആർ കറക്റ്റ്, നമ്മളെല്ലാരും സെയിം സ്കൂളിൽ തന്നെയായിരുന്നു. കെവിനെ അറിയാവോ? അറിയാമോന്നാ? അവളുടെ ഹ്യൂജ് ക്രഷ് ആയിരുന്നു. എലി എന്നാ അവന്റെ ഹ്യൂജ് ക്രഷ് ആയിരുന്നു മിയ. ശരിക്കും? ഓ, ദാറ്റ്സ് ക്രേസി. അൺടോൾഡ് ലവ് സ്റ്റോറി ആയി പോയല്ലോ. അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാ ഞാനും. അതിനെ ചോദിച്ചത് അവിടെ പഠിച്ചതാണോന്ന്. ബട്ട് ഞാൻ നോട്ടീസ് ചെയ്തിട്ടേ ഇല്ല. അതെങ്ങനെ? ഇതിന് നിനക്ക് ആ ഗബ്രന്റെ പിന്നാലെ നടക്കലായിരുന്ന പണി? ശരിയാലോ? ശരിയെന്നാ, ഞാനും കൂടി പോയി. എടേ, ഞാൻ ശരിക്കും ഹൈസ്കൂളിൽ അവനെ മിസ്സാക്കിയല്ലേ? ഞാനും മിസ്സാക്കിയല്ലേടി. പക്ഷെ എന്നാലും ഞാൻ എന്തുകൊണ്ട് ആരാവിനെ കാണാൻ ഞാൻ? ഓ, നീ ഇന്ന് മിണ്ടാണ്ടിരിക്കേ. എന്റെ കിടി പോയിരിക്കുക. ശരിക്കും അവനക്കും എന്നെ ഇഷ്ടമായിരുന്നല്ലേ? ആരല്ലടി, ഇനി നമുക്ക് വേറെ ആളെ നോക്കാം. പോയത് പോയി. എന്നാലും എടി, പാസ്റ്റിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വരായിരുന്നു. അത് ശരിയാ. അത് ശരിയായിക്കോട്ടെ. വാ, നമുക്ക് വീട്ടിൽ പോവാം. പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞാരാ. എനിക്കിപ്പോഴും സൂയിസൈഡ് മൈൻഡ് സെറ്റ് മാറിയിട്ടില്ലേ? ഓടി, ഞാൻ അതൊക്കെ മാറ്റി വെച്ചു. ഞാൻ എന്റെ ആരവിനെ കണ്ടപ്പോ തന്നെ അതൊക്കെ മാറ്റി വെച്ചല്ലോ. ഓ ഗേൾസ്, വാട്ട്? നിങ്ങൾ കണ്ടോ ആരവിന് എന്താ സംഭവിച്ചതെന്ന്? ഏതാരവ്? ഓ, കേപോപ്പ് സ്റ്റാർ. കുറച്ച് മുമ്പ് വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഗൈസ്, ഹി വാസ് ഡൈഡ്. വാട്ട്? What are you saying? He was dead? എന്ത് പറ്റി? ഒരു 2 മിനിറ്റ് മുമ്പ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാ. ഏയ്, ഫേക്ക് ന്യൂസ്. ഓ, നെവർ, ഇറ്റ്സ് റിയൽ. ിക്കുന്ന വാർത്ത, കേപോപ്പ് ഐഡൽ ആരവിന്റെ മരണം. It's not possible. നമ്മളിപ്പോ എന്താ കേട്ടത്? എനിക്കറിയില്ല. അനു, അനു പോവല്ലേ? No, it's not gonna happen. മിസ്റ്റർ ആരവിന്റെ മരണം സൂയിസൈഡ് ആണെന്ന് സ്ഥിരീകരിച്ചു. അത് സൂയിസൈഡ് ആയിരുന്നോ? എന്തിനായിരിക്കും? നിന്നോടല്ലേ ഞാൻ എന്റെ ബുക്ക് ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞേ? നീ ഒന്ന് കൊണ്ടുവന്നില്ലല്ലോ. മിയ, നീ നല്ല യങ്ങായല്ലോ. വെറുതെ ഇരിക്കുന്നു. നല്ല ഭംഗിയുണ്ട് മിയ നിന്നെ കാണാൻ. എന്താടി, നിന്റെ തലക്ക് എന്താ പറ്റിയേ? ഞാൻ പിന്നെ യങ്ങല്ലേ? എനിക്ക് വയസ്സായോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. You look so pretty. പെണ്ണിനെന്താ വയ്യേ? സ്കൂൾ യൂണിഫോം, സ്കൂൾ. മിയ, ഇടി ഒന്ന് എണീക്ക്, നമുക്ക് ക്ലാസ്സിൽ പോവാം. ശരിക്കും ശരിക്കും ഞാനിപ്പോ എവിടാ? അയ്യോ, എന്റെ പൊന്നാനോ, നിനക്ക് വട്ടായോ? വേണമെങ്കിൽ ക്ലാസ്സിൽ പോരെ, ഞാൻ പോവാ. ഇത് എന്ത് സ്വപ്നവാ? ഇതെന്ത് സ്വപ്നമാണോ? ആണെങ്കിൽ തന്നെ ആരും ഇവിടെ കാണില്ലേ? കാണും. എന്താ ക്ലാസ് കട്ട് ചെയ്ത് നിൽക്കുകയാണോ? സർ, ഞാൻ ബാത്റൂമിലേക്ക് പോകുന്ന. സാറല്ലേ ആരവനെ കണ്ടായിരുന്നോ? ആരവ ചെയ്യാന് കണ്ടായിരുന്നോ? ഓ, നമ്മുടെ സ്വിമ്മിംഗ് ചാമ്പ്യൻ. അതിരിക്കട്ടെ, അവനെ എന്തിനാ? സർ, എന്റെ ബുക്സ് അവന്റെ കയ്യിലാ. അതെനിക്കൊന്ന് മേടിക്കാനായിരുന്നു. അവന്റെ സ്വിമ്മിങ്ങിന്റെ ഇവിടെ ഉണ്ട്. ബുക്ക് വാങ്ങിച്ച് നേരെ ക്ലാസ്സിൽ പോയിക്കോണം കേട്ടാ. ഓക്കേ സർ, താങ്ക് യു. ഇപ്പോഴത്തെ ഓരോ പിള്ളേര്. പ്രാക്ടീസിംഗ് വെരി ഗുഡ്. ഇത് ഫൈനൽ ചാമ്പ്യൻഷിപ്പ് നീ തന്നെയാകും മോനെ. ആൻഡ് നല്ല കഴിവുള്ള കുട്ടിയാണ്. എന്തായാലും ഈ ചാമ്പ്യൻഷിപ്പ് നിനക്ക് തന്നെയായിരിക്കും. ഐ ഹാവ് ദ വിൽ.
ഓ മാം, താങ്ക് യു സോ മച്ച്. എനിക്കറിയാം നീ നമ്മുടെ രാജ്യത്തിലെ 1 നമ്പർ ചാമ്പ്യൻഷിപ്പ് ആവും. I don't know what to say, but I believe you. I believe you that. ആരാണ് ജീവനോടെ? I'm so happy. ആരാ? നീ ജീവനോടുണ്ടല്ലോ. താങ്ക് യു. ലവ് യു ആരാ? ഇവിടെ എന്താ നടക്കുന്നേ? മാം, എനിക്ക് ഇവിടെ അറിയില്ല. ഏതേ പെണ്ണ്? അത് you should go. ഇവിടെ ആർക്കും അലൗഡ് അല്ല. പ്ലീസ് പുറത്തേക്ക് പോകൂ. കൊച്ചിനെന്താ വയ്യേ? അപ്പൊ ഞാൻ മരിച്ചോ? എന്റെ മരിച്ചിട്ട് ലാസ്റ്റത്തെ മിനിറ്റ്സ് ആണോ ഇതൊക്കെ? അപ്പൊ ഞാൻ മരിച്ചതാ തോന്നുന്നേ. അയ്യോ. അപ്പൊ എനിക്ക് ലാസ്റ്റ് ആയിട്ട് ആരവിനെ കാണാൻ ദൈവം എന്ന ചാൻസ് ആയിരിക്കും. എന്ത് എനിക്ക് ഇതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നുന്നേ. ചിലപ്പോ ഞാൻ മരിച്ചു കഴിഞ്ഞ് കാണുന്ന സ്വപ്നമായിരിക്കും ഇത്. അപ്പൊ ഞാൻ മരിച്ചു. ഞാൻ മരിച്ചു. കൺഫേംഡ് ആയി. അതെ, ഞാൻ മരിച്ചത് തന്നെയാ. അവൻ അവസാനമായിട്ട് കാണാൻ ദൈവം തന്ന ചാൻസ് ആയിരിക്കും. എന്തായാലും ഞാൻ മരിച്ചെന്നാ തോന്നുന്നേ. അപ്പൊ ഞാൻ ചത്തല്ലേ? ആ പെണ്ണല്ലേ? ഹലോ, ആരവിന്റെ പ്രേതമാ? നമ്മൾ രണ്ടുപേരും പ്രേതമായല്ലേ? എന്ത് പ്രേതോ? അല്ല അരവേ, നീ സ്വർഗത്തിലേക്കാണോ നരകത്തേക്കാണോ പോകുന്നേ? എവിടേക്കാണെങ്കിലും എന്നെയും കൂടെ കൂട്ടി. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാം. നരകത്തിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും വേണ്ടില്ല. ഭൂമിയിൽ വെച്ച് ജീവിച്ചാലും നമുക്ക് ഇവിടെ വെച്ച് ഒരുമിച്ച് ജീവിക്കാം. ഈ പെണ്ണിന് എന്താ? ഈ വാച്ച് നീ പിടിച്ചോ. ഇത് നിന്റെ വാച്ച. ഭൂമിയിൽ വെച്ച് ഞാൻ 3000 വാങ്ങിയതാ. ഞാൻ നിന്റെ വലിയൊരു ഫാനാ. ഐ ലവ് യു. ഇതിന് ഭ്രാന്താണ്. എന്റെ വാച്ച് എന്റെ കൈ തന്നെ ഉണ്ട്. ഇതേതാ വാച്ച്? ഇത് നിന്റെ തന്നെയാ. ഇത് നീ വെച്ചോ. പക്ഷേ ശരിയെന്നാ, ഞാൻ ദൈവത്തെ കണ്ടിട്ട് വരാം. ശരിയെന്നാ. ഇവക്കെന്താ വയ്യേ? ഏതാ ഈ പെണ്ണ്? ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെയായിരുന്നു? ഓർമ്മ കിട്ടുന്നില്ലല്ലോ. അമ്മ മരിച്ച? സ്കൂൾ കട്ട് ചെയ്തിട്ട് നിനക്ക് ഇവിടെ എന്താടി പരിപാടി? നിന്റെ സാർ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അമ്മേ, അമ്മ ഭയങ്കര യങ്ങായല്ലോ. എന്താടി നിനക്ക് തലക്ക് വയ്യേ? എന്നെ സുഖിപ്പിക്കാൻ നോക്കാണല്ലേ? ഇങ്ങോട്ട് വാടി. വീട്ടിലെത്തിയിട്ട് ബാക്കി ഞാൻ നിനക്ക് തരാം. വീട്ടിലോ? പിന്നെ എവിടേക്കാ? വായന്റെ കൂടെ ആക്കി ഞാൻ വീട്ടിൽ നിന്ന് തരാട്ടോ. എന്റെ പഴയ റൂം. അപ്പൊ ഞാനിപ്പോ ശരിക്കും എന്റെ പഴയ കാലത്താണോ? 2015. ഞാൻ 2025 നിന്ന് 15 എത്തിയോ? അപ്പൊ ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നാണോ? എന്ത് വേദനയാ? ഫസ്റ്റ് സർജറി കഴിഞ്ഞതിന് ശേഷം നല്ല വേദനയുണ്ട്. ഇതുകൊണ്ട് ഫിനാലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. പ്രാക്ടീസിങ് വെരി ഗുഡ്. എനിക്ക് ഫൈനലിൽ ചാമ്പ്യൻഷിപ്പ് നീ തന്നെയാകും മോനെ. ആൻഡ് നല്ല കഴിവുള്ള കുട്ടിയാണ്. എന്തായാലും ഈ ചാമ്പ്യൻഷിപ്പ് നിനക്ക് തന്നെയായിരിക്കും. ഐ ഹാവ് ദ വിൽ. ഓ മാം, താങ്ക് യു സോ മച്ച്. എനിക്കറിയാം നീ നമ്മുടെ രാജ്യത്തിലെ 1 നമ്പർ ചാമ്പ്യൻഷിപ്പ് ആവും. എന്റെ കയ്യിലുള്ള സെയിം വാച്ച് എങ്ങനെ അവളുടെ കൈ വന്നു? നാളെ കൊണ്ടുപോകും. അപ്പൊ എനിക്ക് ഒന്നും കൂടി സ്കൂളിൽ പോവാനുള്ള ചാൻസ് ആയല്ലോ. യോ മഴ. നിന്റെ വാച്ച് ചെന്നിട്ട് തരാൻ പറഞ്ഞു. തരാൻ വന്നതാ. ആക്ച്വലി ആരാ? ഞാൻ നിന്റെ വലിയൊരു ഫാനാണ്. എനിക്കിപ്പോ നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ടല്ലോ നേരിട്ടിട്ട്. I'm so lucky. എന്തോന്ന് ഫാന്? ഇനി മണ്ടിയാനോ? ഇത് പാസ്റ്റാ. ഇപ്പൊ ആരല്ല, വേറെ സ്റ്റുഡന്റാ. നീ എന്തൊക്കെയാ പറയുന്നേ? അത് പിന്നെ അതെ. നിനക്കതെന്താ കൊച്ച വയ്യേ? എന്താ നീ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നേ? എന്താ നിന്റെ പ്രശ്നം? ഞാനിപ്പോ പാസ്റ്റിലാ. നിങ്ങളെ ഫ്യൂച്ചറിൽ മരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഹലോ, ആരുടെ ഫാന്? എന്ത് ഫാന്? എന്താ കൊച്ചി പറയുന്നേ? അത് പിന്നെ ഞാൻ നിങ്ങളുടെ സ്വിമ്മിങ്ങിന്റെ ഫാനാ. എന്റെ സ്വിമ്മിങ്ങിന്റെ ഫാനാ? അങ്ങനെ പറഞ്ഞ? എനിക്കൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അതിലെ നന്നായിട്ട് സ്വിമ്മ് ചെയ്യായിരുന്നു. അപ്പൊ നിങ്ങൾ എന്തെന്ന് കാണുമ്പോ എനിക്ക് പട്ടിക്കുട്ടി ഓർമ്മ വരും. എന്താ പട്ടിയോ? പട്ടി. ജെർക്ക്. ഇവള് പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. ഇത് പിടി. നിന്റെ വാച്ചാ. ഇത് എന്റെ അല്ല, ഇത് നിന്റെ തന്നെ. എന്റെ കയ്യിലുണ്ട്.